നിങ്ങൾ ഈ വാർത്ത ശ്രദ്ധിച്ചിരുന്നു? രാജ്യം ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തതും ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ വിഷയമാണ് എത്തനോൾ കലർത്തിയ പെട്രോളിന്റെ ഉപയോഗം. എത്തനോൾ ഉപയോഗിച്ച് കേടായ വാഹനത്തിന് പകരം പുതിയ വാഹനം നൽകണമെന്ന് ഉപഭോക്തൃ കോടതി വിധിച്ചതായാണ് വാർത്ത. പരിസ്ഥിതി സൗഹാർദ്ദമാണെന്നും ചിലവ് ചുരുങ്ങിയതാണെന്നും പറഞ്ഞാണ് കേന്ദ്ര സർക്കാർ എത്തനോൾ കലർത്തിയ പെട്രോളിനെ രാജ്യത്ത് അവതരിപ്പിച്ചത്. കേന്ദ്ര സർക്കാർ തന്നെ E20 പെട്രോളിന്റെ പ്രചാരകരായി രംഗത്തെത്തുന്നു. രാജ്യത്തെ എല്ലാ പെട്രോൾ പമ്പുകളിലും എത്തനോൾ കലർത്തിയ പെട്രോളുകൾ നിർബന്ധമാക്കുന്നു. ചായ കൂടി ശീലമായ ഒരു സാധാരണക്കാരനോട് നിങ്ങൾക്കിനി കാപ്പി മാത്രമേ നൽകുകയുള്ളൂ എന്ന് ശടിക്കുന്നതിലെ ഒരു ശരികേടില്ലേ? ഈ സാധാരണ യുക്തി പോലും ഉൾക്കൊള്ളാതെ കേന്ദ്രം E20 പെട്രോൾ ഇന്ത്യയിലെ വാഹന ഉടമകൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. E20 പെട്രോളിനെതിരെ ആസൂത്രിതമായ ഗൂഢാലോചനകൾ നടക്കുന്നതായാണ് രാജ്യത്തിന്റെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ വാദം. E20 ഉപയോഗിച്ച് കേടായ ഒരു വാഹനം കണ്ടെത്തിയാൽ മുഴുവൻ ചെലവും വഹിച്ചോളാം എന്നാണ് മന്ത്രിയുടെ അവകാശവാദം. और कोई भी व्यक्ति 4 लोग बताओ मेरी गाड़ी खराब हुई, मैं ऑटो वाले कंपनी को टेस्टिंग करने के लगाता हूं और जो कुछ होता मुझे बताइए, जिम्मेदार वाले बताइए कहां है? कोई गाड़ी नहीं है. നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ രാജ്യത്തെ എല്ലാ പമ്പുകളിലും എത്തനോൾ കലർത്തിയ പെട്രോൾ നിർബന്ധമാണ്. കേന്ദ്രമന്ത്രി പറഞ്ഞതുപോലെ പെട്രോളിന്റെ വില കുറഞ്ഞോ? ഇല്ല, പകരം പതിവ് പോലെ കൂടുകയാണ് ഉണ്ടായത്. അപ്പോൾ വണ്ടിയും കട്ടപ്പുറത്തായി. പെട്രോളിന്റെ പൊള്ളുന്ന വില കാരണം വാഹന ഉടമയുടെ പോക്കറ്റും കീറി. എന്ത് ചെയ്യണമെന്നറിയാതെ രാജ്യത്തെ വാഹന ഉടമകളെല്ലാം ആശങ്കപ്പെടുമ്പോഴും ഈ തീരുമാനത്തിൽ സന്തോഷിച്ച ഒരാൾ സിയാൻ അഗ്രോ എന്ന കമ്പനിയുടെ മുതലാളിയാണ്. രാജ്യത്തെ മധ്യവർഗക്കാരായ മനുഷ്യർ ആശിച്ചു വാങ്ങിയ വണ്ടി എത്തനോൾ കലർത്തിയ പെട്രോൾ അടിച്ച് എഞ്ചിനും കേടാക്കി കട്ടപ്പുറത്ത് കയറ്റുമ്പോഴാണ് സിയാൻ അഗ്രോ വ്യവസായ രംഗത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒറ്റ വർഷം കൊണ്ട് സ്റ്റോക്ക് പ്രൈസ് 40 രൂപയിൽ നിന്ന് 750 രൂപയാക്കി വർദ്ധിപ്പിച്ചത്. 18% വർധന. അവസാന ക്വാർട്ടറിന്റെ ലാഭം കണക്കാക്കിയപ്പോൾ 10 ലക്ഷത്തിൽ നിന്നും 52 കോടിയായി കമ്പനിയുടെ ലാഭം ഉയർന്നു. റിഫൈൻഡ് ഓയിലും ഹാൻഡ് വാഷും സോപ്പ് പൊടിയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു കമ്പനി ഇങ്ങനെ വളരാൻ ഇവിടെ ഇപ്പോൾ എന്ത് ഗിമ്മിക്കാണ് നടന്നതെന്ന് അന്വേഷിച്ചു പോയപ്പോഴാണ് ഒരു വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത്. സോപ്പ് പൊടിയും ഹാൻഡ് വാഷും ഒക്കെ ഉണ്ടാക്കി നടന്ന സിയാൻ കമ്പനി ഈ അടുത്ത കാലത്ത് ഒരു ഉൾവിലി പോലെ മറ്റൊരു ബിസിനസ്സിൽ കൂടി കടന്നു. ഏതായിരിക്കും ആ ബിസിനസ്? സംശയിക്കേണ്ട, എത്തനോൾ ഉൽപ്പന്നം തന്നെ. രാജ്യം എത്തനോൾ കലർത്തിയ പെട്രോൾ നിർബന്ധമാക്കുമെന്ന് മുൻകൂട്ടി കണ്ട് സിയാൻ ഇങ്ങനൊരു ബിസിനസ്സിലേക്ക് കടന്നുവെന്നാണോ നിങ്ങൾ തലപോയ്ക്കുന്നത്? അതിൽ ഇത്ര തലപോഞ്ഞ് ആലോചിക്കാൻ ഒന്നുമില്ല. ഈ കാണുന്നതാണ് സിയാൻ അഗ്രയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ. മാനേജിംഗ് ഡയറക്ടർ നിഖിൽ ഗഡ്കരി, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെയും കാഞ്ചൻ ഗഡ്കരിയുടെയും അരുമപുത്രൻ. ഇപ്പോൾ മനസ്സിലായില്ലേ? സോപ്പും സോപ്പ് പൊടിയും ഹാൻഡ് വാഷും ഉണ്ടാക്കി തരുന്ന ടീംസ് ഒറ്റ വർഷം കൊണ്ട് രക്ഷപ്പെട്ടതിലെ ഗുട്ടൻസ്. എന്താല്ലേ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ? അത്യാവശ്യം മോശമല്ലാത്ത സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു മനുഷ്യൻ സുരുക്കൂട്ടിയതും ലോൺ എടുത്തതുമെല്ലാം ഉപയോഗിച്ച് ആശിച്ചൊരു വണ്ടി വാങ്ങി. അതിൽ നിർബന്ധമായും എത്തനോൾ കലർത്തിയ പെട്രോൾ അടിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് അധികാരം ഉപയോഗിച്ച് അത് രാജ്യത്ത് നടപ്പിലാക്കി. അവന്റെ വണ്ടിയും സ്വപ്നങ്ങളും കട്ടപ്പുറത്താക്കി ഒരു അച്ഛനും മകനും ഇപ്പുറത്ത് കോടികൾ കൊണ്ട് അമ്മാനമാടുന്നു.